ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് SCRT ടെക്സ്റ്റ് ബുക്കില് പൂർണ്ണമായിട്ട് പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും പ്രീവിയസ് ആണ്. ഇപ്പൊ അടുത്തിടെ ചോദിച്ച എല്ലാ പരീക്ഷകളിലും പ്രീവിയസ് ആണ്. മലയാളത്തിന് മുഴുനീള മാർക്ക് 10ൽ 10 നമുക്ക് കിട്ടണമെങ്കിൽ ഇനി എവിടെ നിന്നൊക്കെ ചോദിച്ചാലും കിട്ടാൻ വേണ്ടി ഒരു ഒറ്റ കിടക്കാച്ചി ബുക്ക് ഉണ്ട്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള തന്നെ വീഡിയോ. ഇപ്പൊ പുതിയ RMSന്റെ പുതിയ ബുക്ക് ഇറങ്ങിയാണ്. ഓക്കെ, ഈ ബുക്ക് നമ്മളതിൽ RMS തന്നിട്ടുണ്ട്. ഒരുപാട് കോപ്പി നമ്മളതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെയും ഇന്ത്യയിൽ എവിടെയും തപാൽ മുഖേന വാങ്ങാൻ പറ്റും. നമ്മളെ നമ്പറിൽ ഫസ്റ്റ് കമന്റിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. വാട്സാപ്പിൽ ഫ്രണ്ട്ലി PSC മലയാളം ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് അഡ്രസ് ഡീറ്റെയിൽസ് തന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്യാൻ RMSന് പേയ്മെന്റ് ചെയ്ത് വാങ്ങാൻ പറ്റും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് SCRT മെയിനായിട്ട് SCRT ഫുൾ ഫോക്കസ്ഡ് ആണ്. എല്ലാം ഫുൾ മുഴുനീള പ്രീവിയസ് ഇതിൽ കിട്ടും. 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCRTയുടെ ഫുൾ കണ്ടന്റ്, പിന്നെ നമ്മുടെ PSC പരമായിട്ട് LDC, CPO, ടൈപ്പിസ്റ്റ്, സെക്രട്ടറി അസിസ്റ്റന്റ്, അതായത് 10th തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ PYQs നമ്മളെ 13 കാര്യങ്ങളാണ് വരുന്നത്. നമ്മളെ ഇതിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, സമാനപദം, വിപരീത പദം, ശൈലികൾ, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, ഘടകപദം, ഇത്രയും ചേർത്താണ് 13 കാര്യങ്ങളാണ് നമ്മളെ സിലബസിൽ വരുന്നത്. ഈ 13 എണ്ണവും സിലബസ് പോർഷനും ഉണ്ട്. 2023-24 ചോദിച്ച സിലബസ് ഇല്ലാത്ത ഭാഗങ്ങളെന്ന് പറഞ്ഞ് ഒരു 100 പേജസ് 266 തൊട്ട് 363 വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 2025 വരെ ഉള്ളതുണ്ട് കേട്ടോ. 25 വരെ ഉള്ളതുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. 24 ചോദിച്ചത്, 23 ചോദിച്ചത്, 24 ചോദിച്ചത്, അങ്ങനെ ബാക്കി ചുറ്റി, അതായത് ഈ 13 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. LP-UP മലയാളം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. LP-UPക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ PSCക്ക് ഉപയോഗം വരും. കാരണം PSC മലയാളം എല്ലാത്തിനും ചോദിക്കുമല്ലോ. പിന്നെ 98ാമത്തെ സെറ്റ് തൊട്ട് 182 വരെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം എത്ര പേജസ് ഉണ്ടെന്ന് വെച്ചാൽ 400 അടുപ്പിച്ച് പേജസ് ഉണ്ട്. 365 പേജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബുക്ക് വേണമെന്നുള്ളൊരു മെസ്സേജ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള ഫസ്റ്റ് പേജസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പറയാം. എല്ലാം PYQs ആണ്. അർക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ് ചോദിച്ചിട്ടുണ്ട്. ഇനൻ സൂര്യനാണ്. ദിനകരൻ സൂര്യനാണ്. ഓക്കെ, അടുത്ത തരു എന്ന് പറഞ്ഞാൽ മരമാണ് തരു. ശാഖി എന്ന് പറഞ്ഞാലും മരമാണ്. ദ്രുമം മരമാണ്. രശ്മി, കിരണം രശ്മിയാണ്. ത്വരം എന്ന് പറഞ്ഞാൽ എന്താണ്? പണി, ജോലി, അധ്വാനം എന്നൊക്കെ അർത്ഥം വരുന്നത് ത്വരമാണ്. അത് 3ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ്, പുതിയ ബുക്കിൽ. ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. എങ്കിൽ ശിഖ എന്ന് പറഞ്ഞാൽ എന്താണ്? തീയാണ് കേട്ടോ. ശിഖ എന്ന് പറഞ്ഞാൽ തീയാണ്. അബ്ദം എന്ന് പറഞ്ഞാൽ ആണ്ടാണ്. അബ്ദത്തിന്റെ ദാ ശബ്ദം ഇതാണ്, ശബ്ദത്തിന്റെ ദായാണ് വരുന്നത്. അംഗവൈകല്യം എന്ന് പറയൂലേ, അംഗം എന്ന് പറഞ്ഞാൽ അവയവം എന്നാണ് അർത്ഥം വരുന്നത്. അരി, അടുത്തിടെ ചോദിച്ചത്. അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. അരി ശത്രുവാണ്, ശത്രു. ഊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം വരുന്നത്. കഴല് എന്ന് പറഞ്ഞാൽ കാല് എന്നാണ് അർത്ഥം വരുന്നത്. നാഗവും ഇപ്പൊ അടുത്തിടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. നാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ് അല്ലെ. ഈ നാഗം വരുമ്പോഴത്തേക്ക് എന്താണ്? സ്വർഗം എന്നർത്ഥം വരും. അടുത്തുനിന്ന് ചോദിച്ചതാണ് പുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തെന്നാണ് അർത്ഥം. പോത്താണ് പുനം. അരജൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 8ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ ചോദിക്കുന്നതിന്. അരജൻ എന്ന് പറഞ്ഞാൽ കിങ്, രാജാവ് എന്നാണ് അർത്ഥം. അല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. വായസം, ഒരു സായേ ഉള്ളൂ. വായസം, പായസമല്ല വായസം. കാക്ക. പരഭൃത്ത് എന്ന് പറഞ്ഞാലും എന്താണ്? കാകൻ എന്ന് പറഞ്ഞാലും എല്ലാം കാരവം എന്നൊക്കെ അറിയപ്പെടുന്നു. കരടം എന്നറിയപ്പെടുന്നു. ഇതെല്ലാം കാക്കയാണ്. വായസം എന്ന് പറഞ്ഞാലും കാക്കയാണ്. ഒരു സായേ ഉള്ളൂ. കലവി എന്ന് പറഞ്ഞാൽ കളിയാണ്. കളി ആഘോഷമാണ് കലവി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഫുൾ ടോപ്പിക്ക് നമ്മളെ ബുക്കിലുണ്ട്. ആവശ്യമുള്ളവർ വാങ്ങുക. 10ൽ 10 അടിക്കാം. ഓക്കെ.